അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന് നേരെ ലേസർ പതിപ്പിച്ച സംഭവം വളരെ ചർച്ചയാവുകയാണ്. അതീവ ഗുരുതരമായ സുരക്ഷാ ആശങ്കകളാണ് ഉയർത്തുന്നതും. ലാൻഡിങ്ങിന് തൊട്ടു മുൻപ് പൈലറ്റിന്റെ കോക്പിറ്റിലേക്ക് ശക്തമായ ലേസർ രശ്മി പതിച്ചതിനെ തുടർന്ന് ലാൻഡിംഗ് തടസ്സപ്പെടുകയും പൈലറ്റിന് വിമാനം അടിയന്തരമായി വീണ്ടും ഉയർത്തേണ്ടി വരികയും ചെയ്തിരുന്നു. ഈ സംഭവം വിമാനത്താവളങ്ങളിലെ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ചും വിമാനയാത്രക്കാരുടെ ജീവന് നേരിടുന്ന ഭീഷണികളെക്കുറിച്ചും ചോദ്യങ്ങൾ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ സാധാരണഗതിയിൽ ലാൻഡ് ചെയ്യാൻ ഒരുങ്ങുകയായിരുന്നു. റൺവേയിലേക്ക് ഇറങ്ങുന്നതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി കോക്പിറ്റിലേക്ക് ശക്തമായ ഒരു ലേസർ രശ്മി പതിച്ചത്. ഈ രശ്മി പൈലറ്റിന്റെ കാഴ്ചയെ താൽക്കാലികമായി മറയ്ക്കുകയും അദ്ദേഹത്തിന്റെ ദിശാബോധം നഷ്ടപ്പെടുത്തുകയും ചെയ്തിരുന്നു. നിമിഷ നേരത്തെ ഈ കാഴ്ചക്കുറവ് വിമാനം ലാൻഡ് ചെയ്യുന്നതിൽ തടസ്സം സൃഷ്ടിച്ചു. ഉടൻ തന്നെ പരിചയസമ്പന്നനായ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളറുമായി ബന്ധപ്പെടുകയും വിമാനം സുരക്ഷിതമായി റൺവേയിൽ നിന്ന് വീണ്ടും ഉയർത്താനുള്ള അനുവാദം നേടുകയും ചെയ്തു. ഈ അപ്രതീക്ഷിത സംഭവ വികാസത്തിൽ യാത്രക്കാർക്ക് ചെറിയ ആശങ്കയുണ്ടായെങ്കിലും പൈലറ്റിന്റെ സംയോജിതമായ ഇടപെടൽ വലിയൊരു ദുരന്തം ഒഴിവാക്കുകയായിരുന്നു. ഏകദേശം 10 മിനിറ്റിന് ശേഷം പുലർച്ചെ 1:20 വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ ലേസർ രശ്മി വിമാനത്താവളത്തിന് സമീപമുള്ള ഒരു പ്രദേശത്ത് നിന്നാണ് വന്നതെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഇത് 3ാം തവണയായിരുന്നു ചെന്നൈ വിമാനത്താവളത്തിന്റെ പരിസരത്ത് വിമാനങ്ങൾക്ക് നേരെ ലേസർ രശ്മി ഉപയോഗിക്കുന്നത്. ഈ തുടർച്ചയായ സംഭവങ്ങൾ സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകൾ ഉണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ വിവരങ്ങൾ ലഭിച്ചയുടൻ പൈലറ്റുമാർ എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിക്കുകയും ഉടൻ തന്നെ ചെന്നൈ വിമാനത്താവള പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ലേസർ രശ്മി പതിച്ചതിനെ തുടർന്ന് പൈലറ്റുമാർക്ക് താൽക്കാലികമായി കാഴ്ച നഷ്ടപ്പെടുന്നതും ദിശാബോധം തെറ്റുന്നതും വിമാനയാത്രയിൽ ഉണ്ടാക്കാവുന്ന അപകട സാധ്യത വളരെ വലുതാണ്. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും ഒരു വിമാനയാത്രയിലെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളാണെന്ന് ഏവിയേഷൻ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ സമയങ്ങളിൽ സംഭവിക്കുന്ന ചെറിയ പിഴവുകൾ പോലും വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുമുണ്ട്. ലേസർ രശ്മിയുടെ ഈ ഉപയോഗം ഒരു സ്വാഭാവികമായ സംഭവമായി കണക്കാക്കാൻ കഴിയില്ലെന്നും ഇതിന് പിന്നിൽ ക്രിമിനൽ ഉദ്ദേശമുണ്ടോ എന്ന് സംശയിക്കേണ്ടതായും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. പോലീസ് ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ലേസറിന്റെ ഉറവിടം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ലേസർ ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നും പോലീസിന് സംശയമുണ്ട്. വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യത ഉള്ളതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ലേസർ രശ്മി പൈലറ്റുമാരുടെ കാഴ്ചയെ താൽക്കാലികമായി തടസ്സപ്പെടുത്താനും ദിശാബോധം ഇല്ലാതാക്കാനും സാധ്യതയുണ്ട്. ഇത് വിമാനത്തിന്റെ സുരക്ഷയെയും യാത്രക്കാരുടെ ജീവനെയും അപകടത്തിലാഴ്ത്തുന്ന ഗുരുതരമായ പ്രശ്നമാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ വിമാനത്താവളത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ള വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. വിമാനത്താവള പരിസരത്ത് ലേസർ പോയിന്റുകൾ ഉപയോഗിക്കുന്നവരെ കണ്ടെത്താനും അവർക്കെതിരെ നടപടിയെടുക്കാനും അധികൃതർ എത്രത്തോളം ജാഗ്രത പാലിക്കുന്നുണ്ട് എന്നും പലരും സംശയം ഉന്നയിക്കുന്നു. ലേസർ രശ്മി ഉപയോഗിച്ചത് മനഃപൂർവ്വമാണോ അതോ അബദ്ധത്തിൽ സംഭവിച്ചതാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏവിയേഷൻ വിദഗ്ധർ ഈ സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും പൈലറ്റർമാർക്ക് അത്യധികം ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമാണ്. ഈ നിർണായക ഘട്ടങ്ങളിൽ ലേസർ രശ്മി പതിക്കുന്നത് പൈലറ്റർമാരുടെ ശ്രദ്ധ തെറ്റിക്കുകയും താൽക്കാലികമായി കാഴ്ച നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഇത് നിയന്ത്രണം വിട്ട് വിമാനം അപകടത്തിൽപ്പെടാൻ വരെ സാധ്യതയുണ്ടെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ചെന്നൈയിൽ നടന്ന ഈ സംഭവം പൈലറ്റിന്റെ സമയോചിതമായ ഇടപെടൽ കാരണം വലിയൊരു ദുരന്തം ഒഴിവായതിന്റെ ഉദാഹരണമാണെന്നും വിദഗ്ധർ കൂട്ടിച്ചേർത്തു. ഈ വിഷയത്തിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഔദ്യോഗികമായി ഇതുവരെ വിശദമായ പ്രതികരണം നടത്തിയിട്ടില്ല. എന്നിരുന്നാലും വിമാനത്താവളത്തിലെ സുരക്ഷാ നടപടികൾ കൂടുതൽ ശക്തമാക്കുമെന്നും ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തുമെന്നും അവർ ആഭ്യന്തരമായി അറിയിച്ചതായി സൂചനയുണ്ട്. വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ ഈ സംഭവത്തിൽ വലിയ ആശങ്കയാണ് രേഖപ്പെടുത്തിയതും. തങ്ങളുടെ ജീവൻ അപകടത്തിലായതിൽ അവർ പരിഭ്രാന്തരാണെന്നും വിമാനത്താവളത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധികൃതർ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചെന്നൈ പോലീസ് ഈ കേസ് അതീവ ഗൗരവത്തോടെ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. CCTV ക്യാമറ ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ച് കുറ്റക്കാരെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുമുണ്ട്. ലേസർ രശ്മി എവിടെ നിന്നാണ് വന്നതെന്നും ആരാണ് ഇതിന് പിന്നിലെന്നും കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കും. വിമാനത്താവളങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും ലേസർ പോയിന്ററുകളുടെ ദുരുപയോഗം തടയുന്നതിനും നിയമങ്ങളെക്കുറിച്ചും ഈ സംഭവം കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നുറപ്പാണ്. ഇത്തരം പ്രവർത്തികൾ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാണോ എന്നതുൾപ്പെടെയുള്ള സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്.
ഈ സംഭവം വിമാനത്താവളങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും ലേസർ പോയിന്റുകളുടെ ഉപയോഗത്തെക്കുറിച്ചും കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്.